നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ദർ ആർ 4 P's ഇൻ മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിങ്ങിൽ 4 P'കളാണുള്ളതെന്ന് പറയാറുണ്ട്. ഒന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം, ഒന്നുകിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്. അതിപ്പോൾ നമുക്കതിനെ കോമൺ ആയിട്ട് പ്രൊഡക്റ്റ് എന്ന് പറയാം. രണ്ടാമത് പ്രൈസ് ഇൻ ദി സെൻസ് അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കണം. മൂന്നാമത്തത് പ്ലേസ് ആണ്, ഇത് എവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. പല മെത്തേഡുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാർക്കറ്റ് ചെയ്യാം. നാലാമത്തത് പ്രൊമോഷൻ, എങ്ങനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡുകളിലൂടെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് 4 P. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോസിൽ എന്താണ്, ഒരു 3 more P's അത്. അതായത് 5th P എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീപ്പിളാണ്. നമുക്കറിയാം, നമുക്ക് ഓരോ ബിസിനസ്സിനും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായിരിക്കും. അപ്പം 4th P എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th അഞ്ചാമത്തത് പീപ്പിളാണ്. ആറാമത്തത് പ്രോസസ്സാണ്. ഏഴാമത്തത് ഫിസിക്കൽ എവിഡൻസ്. അപ്പം ദർ ആർ 7 P's ഇൻ മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, then people, process and physical evidence. Okay.